നഗരത്തിന് നടുക്ക് പ്രകൃതിയുടെ വരദാനം പോലെ കാടിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. കേരളത്തിന്റെ ഹരിതാപയാർന്ന മണ്ണിൽ നിഗൂഢതയും ഭക്തിയും ഒത്തുചേർന്ന ഒരു പുണ്യസങ്കേതം. കാലപ്പഴക്കത്താൽ വേരുകളാഴ്ത്തിയ മരങ്ങൾ കാവൽ നിൽക്കുന്ന കാവ് ഇരിങ്ങോൾ കാവ്. ദ്വാപരയുഗകാലത്തുള്ള കംസനെ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിട്ടുള്ള മായാഭഗവതിയുടെ ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ദുർഗാദേവി ചൈതന്യത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടെ നമ്മൾ സുഗന്ധദ്രവ്യങ്ങളോ സുഗന്ധ പുഷ്പങ്ങളോ ഉപയോഗിക്കാറില്ല. ചെറ്റി, തുളസി, താമര എന്നീ പുഷ്പങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ. രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ് ഇവിടുത്തെ പൂജാസമയം. വൃക്ഷങ്ങളാണ് ദേവിയുടെ ഉപദേവന്മാരായിട്ടുള്ള സങ്കല്പം. മറ്റു ഉപദേവന്മാരില്ല. മറ്റു ക്ഷേത്രത്തിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഗണപതി ഹോമമില്ല, തിരുവാതിരക്കളിയില്ല, കഥകളിയില്ല, തായമ്പകയില്ല, കെട്ടുനിറയില്ല, വിവാഹങ്ങളില്ല. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ശർക്കര നേദ്യമാണ്. ശർക്കര നടക്കിൽ വെക്കൽ, ശർക്കര കൊണ്ട് തുലാഭാരം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാനം. കടുംപായസമാണ് പ്രധാനം. കടുംപായസം, കൂട്ടുപായസം എന്നീ വഴിപാടുകളാണ് ഇവിടെ പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പാഞ്ജലികളിൽ രൗദ്രമായിട്ടുള്ള പുഷ്പാഞ്ജലികൾ ഇവിടെ നടത്താറില്ല. ഭാഗ്യസൂക്തം, വിദ്യാസൂക്തം എന്നുള്ള പുഷ്പാഞ്ജലികളൊക്കെ ഇവിടെ നടത്താറുള്ളൂ. ശത്രുസ്മാര പുഷ്പാഞ്ജലികളോ അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലികളൊന്നും ഇവിടെ നടത്താറില്ല. എല്ലാം സാത്വികമായിട്ടുള്ള രീതിയിൽ കൃഷ്ണ സഹോദരി എന്ന രൂപത്തിൽ മാത്രമാണ് ഇവിടെ പൂജ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇരിങ്ങോൾക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതിയാൽ സമ്പന്നമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ വരുന്നവർക്ക് തന്നെ ഒരു പ്രത്യേക ഉണർവൊക്കെ കിട്ടുന്ന ക്ഷേത്രമാണ്. ഇരിങ്ങോൾക്കാവിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ കൃഷ്ണൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. എന്തൊക്കെയാണ് ഐതിഹ്യവും കഥകളും ഒക്കെ? അതായത് എൻ്റെ പേര് സദാനന്ദൻ എന്നാണ്. ഞാൻ ക്ഷേത്രസമിതിയുടെ മുൻ സെക്രട്ടറിയാണ്. ക്ഷേത്രമായിട്ടൊരു 10 വർഷം, ഈ ക്ഷേത്രമായിട്ട് എനിക്കൊരു 10 വർഷത്തെ ബന്ധമുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കേട്ടറിവാണ്. ശ്രീകൃഷ്ണ അവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ട എന്നാണ് അറിവ്. അതായത് ദേവകി വാസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന ശ്രീകൃഷ്ണൻ കംസനെ നിഗ്രഹിക്കുന്ന ഒരു അശരീരി കേൾക്കുന്നുണ്ട് കംസൻ. അതനുസരിച്ച് ദേവകി വാസുദേവന്മാരെ കാരാഗ്രഹത്തിലാക്കി. ഇവർക്ക് ജനിക്കുന്ന 7 പുത്രന്മാരെയും കംസൻ നിഗ്രഹിച്ചു. അപ്പോൾ 8ാമത്തെ പുത്രനെങ്കിലും സംരക്ഷിക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി അവർ ഇരുന്നു. അങ്ങനെ 8ാമത്തെ പുത്രനായിട്ട് ജനിച്ച ശ്രീകൃഷ്ണനെ അപ്പം തന്നെ അവിടെ നിന്ന് അവർ നീക്കം ചെയ്യും. പകരം ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് കിടത്തുകയും ചെയ്തു. അങ്ങനെ പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നുള്ള വിവരം കംസനെ കിങ്കരന്മാർ വന്ന് അറിയിക്കുന്നു. കംസൻ പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞ് ഇതിനൊന്ന് ഈ കാരാഗ്രഹത്തിൽ വന്ന് ഈ ജയിലേറിൽ വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ആകാശത്തേക്ക് ഉയർത്തി കൊല്ലാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അതൊരു ദേവി ശക്തിയായിരുന്നു. അത് ദേവി രൂപം വിഷ്ണുമായിട്ട് ആകാശത്ത് നിലകൊണ്ട് അതിൻ്റെ ഒരു ശക്തി ഇവിടെ നിലകൊണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവി ഇങ്ങനെ ഇരിങ്ങോളായി രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവി ഇരുന്ന സ്ഥലം ക്രമേണ അത് ഇരിങ്ങോളായി രൂപാന്തരപ്പെട്ടു ഇവിടെ നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ദേവാണങ്ങളൊക്കെ വൃക്ഷരൂപത്തിൽ നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ വർഷങ്ങളൊന്നും നശിപ്പിക്കാതെ ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ദേവി ഇവിടെ ഒരു സ്വയംഭൂവായിട്ടാണ് ഇവിടെ ഉള്ളത്. ഒരു 3000 വർഷത്തെ പഴക്കം ഇവിടെ ഇത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇങ്ങനെ ഈ സ്വയംഭൂവായി രൂപാന്തരപ്പെട്ട ഈ ശില അങ്ങനെ നൂറ്റാണ്ടുകളോളം ഇവിടെ ആരും അറിയാതെ കിടക്കുകയുണ്ടായി. അതനുസരിച്ച് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വനത്തിൽ പുല്ലരിയാൻ വന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഈ ശിലയിൽ അറിയാതെ തന്നെ അരിവാളുകൊണ്ട് ഒരു സ്ത്രീയും അങ്ങനെ രക്തം കാണുകയും തൊട്ടടുത്തുള്ള ഈ നാഗഞ്ചേരി ഇപ്പോഴും മനയുണ്ട്. ആ നാഗഞ്ചേരി മനയിലെ ബ്രാഹ്മണരെ അടുത്ത് വിവരം പറയുകയും ആ ബ്രാഹ്മണർ ഓടി വന്നു കണ്ടപ്പോൾ ഇതിനകത്തൊരു ഈ ശിലയിൽ എന്തൊരു ദേവീ ചൈതന്യം ദർശിക്കുകയും അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ സാധനം അന്ന് ശർക്കരയായിരുന്നു. അപ്പോൾ ആ ശർക്കര നിവേദ്യം ദേവിക്ക് നിവേദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നിവേദിച്ച ഈ ശർക്കര നിവേദ്യമാണ് ഇവിടുത്തെ ഇന്ന് ഏറ്റവും ആദ്യത്തെ വഴിപാട്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടും ശർക്കര നിവേദ്യമാണ്. അത് ആണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ രാവിലെ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവിക്ക് ശർക്കര നിവേദ്യമാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ശിലയെ കണ്ട ആളുകൾ ഈ അങ്ങനെയുള്ള സമുദായക്കാർ ഇപ്പോഴും ഒരു വിത്തിടൽ ചടങ്ങെന്ന് പറഞ്ഞൊരു ദിവസം, അതായത് മകരം
30 മകരം 29 ഈ ഫെബ്രുവരി 12 ഇവിടെ വരുന്നുണ്ട്. അവരിവിടെ വന്ന് കുടതുള്ളൽ ഈ പറഞ്ഞ സ്ഥലത്ത് കുടതുള്ളലും പാട്ടുമൊക്കെ ആയിട്ട് വന്ന് മുടിയഴിച്ചിട്ട് പാട്ടൊക്കെ ഉണ്ടെന്ന് ഫെബ്രുവരി 12. അപ്പോൾ അന്ന് അവർ വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ നട അടയ്ക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ നമ്മൾ ഒരു കറ്റ നെൽക്കതിരൊക്കെ ദേവിക്ക് ഇവിടെ സമർപ്പിക്കുകയും അവർക്ക് ഇവിടുന്ന് ദേവിയുടെ പ്രസാദമൊക്കെ കൊടുക്കുകയും ഇവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രസാദം അപ്പോൾ അവർ വന്നൊരു ദിവസമാണ് വിത്തരച്ചടങ്ങ്. അങ്ങനെ ഇവിടെ രൂപാന്തരപ്പെട്ട ഈ ശില രാവിലെ ഇവിടെ അഭിഷേകം ദേവിക്ക് വെറും പച്ചവെള്ളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ അഷ്ടാഭിഷേകമൊന്നും ഇവിടെ ഇല്ല. അഭിഷേകം കഴിഞ്ഞാൽ ആദ്യം ദേവിയുടെ ശർക്കരയാണ്. പിന്നെ ഇവിടെ വളരെ ശാന്തസ്വരൂപിണിയായിട്ട് ദേവിയാണ്. ദേവി രൂപത്തെ പറ്റി പറയേണ്ട ഒന്നാണ്. 3 തരത്തിലാണ് ദേവി ഓരോ സമയത്ത്. അതെ, രാവിലെ ശരിക്കും 3 രൂപത്തിൽ എന്ന് പറഞ്ഞാൽ രാവിലെ സരസ്വതിയാണ് 8 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വനദുർഗയാണ്. ശരിക്കും പറഞ്ഞാൽ തൃക്കാർത്തിയുടെ അന്ന് മാത്രമാണ് ദേവിയുടെ ഭദ്രാളിദാനത്തിലുള്ളൂ. അതായത് വൃശ്ചികത്തിൽ തൃക്കാർത്തിയ ഒരു 2 മണിക്കൂർ സമയം ദീപാരാധന കഴിഞ്ഞാൽ ഒരു 8:30 മണി മുതൽ ഇവിടെ സ്ത്രീകൾ താലമൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ കാണുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്ന് ഈ അമ്പലത്തിൽ 3 പ്രദക്ഷിണം വയ്ക്കുന്ന സമയം മാത്രമാണ് ദേവിയുടെ ഭദ്രാളിദാനത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് സ്ത്രീകളൊക്കെ പ്രധാനുഷ്ഠാനങ്ങളുടെ താലെടുക്കാൻ വരികയും അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തിൽ പാത്രിപൂരം ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഈ ഡിസംബർ 4 ആയിരുന്നു കഴിഞ്ഞ തൃക്കാർത്തിയാണ്. പിന്നെ ഇവിടെ സുഗന്ധപുഷ്പങ്ങളും ദേവിക്കില്ല. ഇവിടെ 9 വയസ്സുള്ള ബാലസ്വരൂപിണിയായിട്ടുള്ള ദേവി കാട് മുഴുവൻ നിറഞ്ഞ് ഓടിക്കളിച്ചെടുക്കുന്ന ഒരു കൊച്ചു ബാലസ്വരൂപിണി ദേവിയായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. ദേവിക്ക് ഇവിടെ രൗദ്രഭാഗത്തിലുള്ള പുഷ്പങ്ങൾ ഇഷ്ടമല്ല, രൗദ്രഭാഗത്തിലുള്ള പുഷ്പാഞ്ജലികൾ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചെത്തിയും തുളസിയും താമരയാണ് ഇവിടെ പൂജയ്ക്കും മാല ചാർത്താൻ ഉപയോഗിക്കുന്നു. ഇവിടെ പുറത്തുനിന്ന് കൊണ്ട മാലയൊന്നും ഇവിടെ ചാർത്താറില്ല. അതുപോലെ തന്നെ മുല്ലപ്പൂ വെച്ച് ആരും ഇവിടെ ഇല്ല, മുല്ലപ്പൂ വെച്ച് ഇവിടെ സുഗന്ധപുഷ്പങ്ങളും ദേവിക്ക് ഇഷ്ടമല്ല. ഇവിടെ ചന്ദനത്തിൽ പോലും കത്തിക്കാറില്ല. അപ്പോൾ നമ്മളത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണെങ്കിലും അത് നമ്മൾ മാറി ഇരുന്ന കമ്മിറ്റി അത് പരിപാലിച്ചു പോരും. പുറമേ ഒന്നും മാല ചാർത്താറില്ല. അതിനകത്തൊക്കെ നമ്മളൊരു എന്താ പറഞ്ഞാൽ അതിനകത്ത് ഒരു വൃത്തിയും ഇതും നമ്മൾ കണ്ടുകൊണ്ടാണ് അത് അങ്ങനെ പാലിച്ചു പോകാൻ. പിന്നെ ഇവിടെ നമ്മൾ രൗദ്രഭാഗത്തുള്ള ശത്രുസംഹാരവും ഇല്ല, അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലികളൊന്നുമില്ല. ഇവിടെ വിദ്യാമന്ത്രം, അഷ്ടോത്തര അർച്ചന, വനദുർഗ, ഐക്യപത്യ സൂത്രം, ഭാഗ്യസൂത്രം അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളാണുള്ളത്. പിന്നെ ഇവിടെ ഈ ഇതാണ് പൂജയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഉത്സവത്തിന് ഇവിടുത്തെ ഉത്സവം ഈ പറഞ്ഞ മീനത്തിൽ ഉത്ര ആറാട്ട് വരുന്ന രീതിയിൽ മീനത്തിൽ കൊടിയേറും. ഇപ്പോൾ ഇവിടുത്തെ ഇത്തവണ മാർച്ച് 30 ഇവിടത്തോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്തുള്ള വേങ്ങൂര്, മാണിക്യമംഗലം, എടാട്, ചെങ്ങൽ, ആയത്തോട്, എഴിപ്പുറം ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിവസം കൊടിയേറും. ഇതൊക്കെ ഈ പരിസരത്തുള്ള എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഓരോ ദിവസം കൊടിയേറും. പൂരം നാൾ പൂരം ഇരിങ്ങോൾ പൂരമാണ്, ബാക്കിയുള്ള ദിവസം നാളിലാണ് പൂരം. അപ്പോൾ ഈ 7 ദിവസവും ദേവി ഉത്സവം ഇവിടെ കൊടിയേറി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഉത്സവത്തിന് പോകുന്നതുകൊണ്ട് ഈ ദേവിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി മാത്രം ഈ 8 ദിവസം മാത്രമാണ് ഇവിടെ ശംഖുവിളിയുള്ളൂ. ബാക്കി മുഴുവൻ ഈ ദേവിയുടെ ശക്തി ചെയ്തതിന് വനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ദേവിനെ വിളിച്ചുകൊണ്ടിരുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഉണ്ട് ആള്. ബാക്കി 7 ദിവസം ദേവി ഓരോ ഉത്സവത്തിന് പോകും. ഈ 7 ദിവസം ഇവിടെ ശംഖുവിളിയുണ്ട്, പള്ളി ഉണർത്തലുണ്ട്. ബാക്കി പള്ളി ഉണർത്തലില്ലാത്ത ക്ഷേത്രം അത്. അപ്പോൾ അങ്ങനെ 7 ദിവസം 8ാമത്തെ ഇവിടെ എല്ലാ ദേവിമാരുടെയും സാന്നിധ്യം ഇവിടുത്തെ പൂരം നാൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. രാത്രി കാലങ്ങളിലൊന്നും ഇവിടെ ആരും ഇല്ല. കാരണം ഇവിടെ ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ അടുത്തുള്ള ഈ കല്ലിലമ്പലം എന്ന് പറഞ്ഞല്ലോ, അവിടെ ദേവിയുടെ ഒരു ജ്യേഷ്ഠാനിത്യമാർ ഒരാളാണ്. പിന്നെ ഒരു വായ്ക്കരക്കാവുണ്ട്. വൈക്കരകോട് എൻ്റെ അടുത്ത് തന്നെയാണ്. ഈ 3 പേരും ഇവിടെ പരസ്പരം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ കൂടിക്കാണണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ള മനുഷ്യരുടെ ഒരു സഹവാസം അവർക്ക് ഇഷ്ടമല്ല. ഇവർ 3 പേരും കൂടി അമ്മാനാടി കളിച്ചപ്പോൾ കല്ല് നിലത്ത് വിട്ടില്ല എന്നാണ് ഈ കല്ലിലമ്പലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം പറയപ്പെടുന്നത്. അത് തൊട്ടടുത്തുള്ളതാണ് കല്ലിലമ്പല ക്ഷേത്രം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ നവരാത്രി മഹോത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ? നവരാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 2007 വരെ നവരാത്രി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ 2004 അഷ്ടബല പ്രശ്നം വെച്ചപ്പോൾ അത് പറഞ്ഞു ദേവിയുടെ സാന്നിധ്യത്തിൽ 8 മണി വരെ സരസ്വതിയാണ്. അപ്പോൾ ഇവിടെ സംഗീതം പോലുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ദേവിക്ക് ഇഷ്ടമാണ്. പുസ്തകപൂജ ഇഷ്ടമാണെന്ന് പറയുന്നത്. അതനുസരിച്ച് നമ്മൾ തന്ത്രിയുടെ ലെറ്റർ, പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് അനുവാദം അങ്ങനെ വാങ്ങിച്ചാണ് ഇവിടെ 2007 നവരാത്രി സംഗീതോത്സവം തുടങ്ങിയത്. 2007 നവരാത്രി സംഗീതം സുരേഷ് ഗോപി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. 2ാമത്തെ കൊല്ലം ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി ആ വേദിയിൽ കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വരികയും ഇങ്ങനെ കച്ചേരി അവതരിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ NG ശ്രീകുമാർ വന്നിട്ടുണ്ട്, വയലാർ ശരത്ചന്ദ്രവർമ്മ, പെരുമ്പാവൂർ ജി രവീന്ദ്രൻ, M ജയേന്ദ്ര സാർ, അങ്ങനെ ഈ കഴിഞ്ഞ കൊല്ലം സത്യനന്ദിക്കാട് സാറായിരുന്നു. അപ്പോൾ നവരാത്രി നമ്മൾ ഈ കമ്മ്യൂണിറ്റി കെയർ ഓഫിൽ ഇത് നമ്മൾ ഇത് നടത്തുകയാണ്. ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഒരുപാട് നല്ല പാട്ടുകാരൊക്കെ വരാറുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഉത്സവത്തിന് പറഞ്ഞാൽ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ ഇവിടെ 8 ദിവസത്തെ ഉത്സവമാണ്. ഉത്ര ആറാട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉത്സവം. മേളങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രശസ്ത കൊട്ടുകാരായിരിക്കും തന്നെ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ ചേരാനൂർ ശങ്കരൻകുട്ടിമാരാർ 30 വർഷം കൊട്ടി കഴിഞ്ഞു. ഇവിടെ 2 മേളമാണ്. രാവിലെ ഇവിടെ പാണ്ടിമേളം നടക്കും, ഉള്ളി പഞ്ചാരി മേളം, പിന്നെ ഉച്ചയ്ക്ക് കാഴ്ചവേലി, അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തരണൂർ സതീശൻ തമ്പുരിപ്പാടാണ് ഇവിടുത്തെ തന്ത്രി. അദ്ദേഹം വല്ലപ്പോഴും വരുള്ളൂ. അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ
ഈ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ അംബിക് സ്ക്യൂറി നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് ഇവിടെ സാന്നിധ്യം വളരെ കൊടിയേറ്റനൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലാതെ ഉണ്ടാവാറില്ല. അതാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത. ഇവിടെ ഉത്സവത്തിന് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ പൂരം വന്നാലും ഉത്സവം വന്നാലും ആനകൾ എന്ന് പറയുമ്പോൾ കൊമ്പനാനകളെ നിർത്താനായിട്ട് മത്സരങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഇരിങ്ങോൾക്കാവിൽ വരുന്നത് പിടിയാനകളാണ്. അത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ദേവി കന്യാകസങ്കല്പ, ഇവിടെ കല്യാണം നടത്തില്ല. ഇവിടെ ദേവി കന്യാകസങ്കല്പ ആയതുകൊണ്ടാണ് ഇവിടെ പിടിയാന. 1110 മുതൽ 100 വർഷം മുമ്പ് വരെ ഇവിടെ ആനയുണ്ടായിരുന്നു. ആന എന്നും പിടിയാനയാണ്. പിന്നെ ലാസ്റ്റ് ആന 1989 നാട്ടുകാർ മേടിച്ച് നടത്തിയിരുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞ ആനയാണ്. 2009 ചരിഞ്ഞു. എങ്കിലും ആനയുടെ ആനത്തിരക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളിവിടുന്ന് ആനയെ വയനാട് അങ്ങനെ അവിടെ സ്ഥലത്തുനിന്ന് പിടിയാനയെ കൊണ്ടുവരുള്ളൂ. ഇവിടെ കൊമ്പനാനയൊന്നും നമ്മൾ എഴുതിയെങ്കിലും ദേവിക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയുടെ സ്ഥലമാണ്. വിവാഹങ്ങളൊന്നും നടത്താറില്ല. വിവാഹങ്ങൾ ദേവി കന്യക സങ്കല്പമാണ്. അപ്പോൾ ഇവിടെ എങ്കിൽ നമ്മൾ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നുണ്ട്. ദേവിക്ക് അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ പല അനുഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈ വനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ ഈ ചന്ദനമരം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ചന്ദനമരം കൊണ്ടുപോകാൻ വേണ്ടി പകൽ വന്ന് കള്ളമരം ഒന്ന് പട്ട് കെട്ടിക്കൊണ്ട് പോയി രാത്രി വന്നപ്പോൾ ഇവിടെ മുഴുവൻ മരത്തിൽ പട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിക്ക് ഇവിടെ നിന്ന് ഒരു സാധനം കൊണ്ടുപോകണ നടക്കില്ല. പിന്നെ ഇവിടെ പല മോക്ഷ ശ്രമങ്ങൾ ഇവിടെ അമ്പലത്തിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഈ മോക്ഷിച്ച സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം ദേവിയുടെ ശക്തി വിശേഷം കാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പലർക്കും ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. ഈ കാടിനുള്ളിൽ പെട്ടുപോയ പല ആൾക്കാരെയും ദേവി അവരവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തു സൂക്ഷിക്കുന്ന നാട്ടുകാരാണ്. ഈ വനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 56 ഏക്കറുണ്ട്. കേരളത്തിലെ സേലം വാലി കഴിഞ്ഞാൽ പിന്നെയുള്ള സെമി എവർഗ്രീൻ ഫോറസ്റ്റാണത്. ഇന്ത്യയിൽ തന്നെ പട്ടണത്തിൻ്റെ ഉള്ള ഏക വനമാണ്. കേരളത്തിൽ 1000-ഓളം കാവുകളുണ്ട്. 1000-ഓളം കാവുകൾ 30 ഏക്കറുകളുള്ള 4 കാവുകളിൽ ഒന്നാണ്. ബാക്കിയുടെ കാവുകളൊക്കെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ചെങ്കോട്ടുകാവൊക്കെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളൊക്കെയാണ്. ഇത് ഈ കാവിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു കാവുകളിലേക്കൊന്നും അവരുടെ പൂജയുടെ സമയം കഴിഞ്ഞാൽ അവർ കയറ്റൂല. പിന്നെ അത് കയറാനും പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് പാമ്പുകളുടെ ശല്യവും ക്ഷുദ്രജീവികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അങ്ങനെ ഒരു പ്രത്യേകം നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നും തന്നെ കാവിൻ്റെ ഉള്ളിലില്ല. കാവിനെക്കുറിച്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 3 വർഷം നീണ്ടുന്ന റിസർച്ച് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ 180-ൽ പരം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. 76 വിഭാഗത്തിൽ കാറ്റഗറിയിൽപ്പെട്ട പക്ഷികളുണ്ട്. പിന്നെ അപൂർവം ചിത്രശലഭങ്ങൾ, അങ്ങനെ ഒരുപാട്. ഇവിടെ ഓരോ 50 സെൻറ്റ് സ്ഥലം KFR റിസർച്ച് നടത്തി ഡോക്ടർ ഇന്ദുവെന്ന് പറഞ്ഞ ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടി ഇതിൻ്റെ റിസർച്ച് നടത്തിയാണ്. അങ്ങനെ അതിൻ്റെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ നമ്മൾ ദൈവതുല്യമായി കണക്കാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ മരമൊക്കെ വലിച്ചു കെട്ടി നിർത്തിയേക്കാം. നമ്മളതിനെ വെട്ടണ്ട എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ വെട്ടി മരങ്ങളിപ്പോൾ ഒടിഞ്ഞു വീഴുക എന്ത് ചെയ്താലും ഇല്ല, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നടന്നു. നമ്മളങ്ങനെ വെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളൊന്നും തന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ മാറിപ്പോൾ ക്ഷേത്രസമിതി ഇവിടെ 2 വർഷം കഴിയുമ്പോൾ മാറും. ഇപ്പം ഞാൻ മാറി, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പൊതുയോഗം വേറെ കമ്മിറ്റി, ഏത് കമ്മിറ്റി വന്നാലും നമ്മളിവിടുത്തെ മരങ്ങൾക്കൊരു അനുഷ്ഠാനങ്ങൾക്കോ യാതൊരു മാറ്റങ്ങൾ വരുത്താതെ നമ്മളതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനമൊക്കെ ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത തലമുറ ഇതെങ്ങനെ കാത്തു സൂക്ഷിക്കും നമുക്കറിയില്ല. നമ്മളതിന് വേണ്ടി കാത്തു സൂക്ഷിക്കാനുള്ളൊരു ശ്രമം ഇവിടെ വന്ന ഭക്തജനങ്ങളോട് കൂടി നമ്മൾ നിർദ്ദേശിക്കുക. നിങ്ങളും അതനുസരിച്ചുള്ള സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ നിൽക്കും. നമ്മളിപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇത് വേണ്ട എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഉപദേവതകളില്ലാത്ത ക്ഷേത്രം കൂടിയാണ്. ഉപദേവത ഇല്ല, അതൊക്കെ മരങ്ങളാണ് ഉപദേവന്മാർ. വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ള ഇതാണ്. ദേവിയുടെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ, നീലവളങ്ങര ശ്രീകൃഷ്ണൻ. അദ്ദേഹം അവിടെയാണ് നിത്യേനാറായിട്ട്. ഇവർ തമ്മിൽ സഹോദരനും സഹോദരിയുമാണ്. ഇപ്പോൾ ഇവിടുത്തെ പൂരത്തിൻ്റെ അന്നൊക്കെ അവിടെ കൂട്ടിയെഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ശിവക്ഷേത്രത്തിൻ്റെ നടുക്കാണ് ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് 5 ഭദ്രകാളി ക്ഷേത്രങ്ങൾ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ കാവലിലാണ് ദേവി ഇരിക്കുന്നത്. ഇപ്പോൾ മുല്ലയ്ക്കൽ അമ്പലം, പുശ്ശേരിക്കാവ്, മൂത്തേടത്ത് അങ്ങനെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും നടുക്കാണ് ദേവി ഇരിക്കുന്നത്. ഇവരുടെയൊക്കെ അമ്പടി സേവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ദേശത്തിൻ്റെ പരദേവതയാണ് ഇരിങ്ങോൾക്കാവിലമ്മ. ഇവിടെ ഉണ്ടായിരുന്ന 5000 ഏക്കർ ഭൂമി മുഴുവൻ ഇരിങ്ങോൾക്കാവിൻ്റെ നാഞ്ചേരി മനയുടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തോട് ആൾക്കാർക്ക് പ്രത്യേക ഒരു പ്രതിബദ്ധത ഉണ്ട്. ഇരിങ്ങോൾക്കാവിലമ്മ എന്ന് പറയുന്ന പേര് തന്നെ ഇരുന്നവൾ എന്നാണല്ലോ. അപ്പോൾ ഇരിങ്ങോളാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഭയഭക്തി വിശ്വാസത്തോടെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളെയും നാട്ടുകാർ കാണുന്നത്. ഇവിടെ കയറുന്ന ആൾക്കാരും ഇവിടെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ നമ്മൾ വരാറുണ്ട്, മുറ്റത്ത് കയറാറുണ്ട്. നമ്മൾ അതിനുള്ളൊരു നിഷ്കർഷമൊന്നും വയ്ക്കണില്ല. പക്ഷേ ക്ഷേത്രത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും പാലിച്ച് ഇവിടെ ദർശനം നടത്താറുണ്ട്. അതിനൊന്നും നമ്മൾ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നാഗാഞ്ചേരി മനയും ക്ഷേത്രമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഇവിടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 32 മനക്കാരുടെ ആയിരുന്നു ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പം 32 കഴുക്കോലുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടാക്കിയേക്കണത്. ശ്രീകോവിൽ ഉണ്ടാക്കിയത് 32 കഴുക്കോലുകൊണ്ടാണ്. അത് പോയി 8 മനക്കാരുടെ ആയിരുന്നു. അത് കുറേ പേര് ക്രിസ്തുമതം സ്വീകരിച്ചു പോയി. അവസാനം നാഞ്ചേരി, പട്ടശ്ശേരി, ഒറവൊഴിയം എന്നുള്ള മനക്കാരുടെ ആയി. പിന്നെ കേരളത്തിൽ കുട്ടിക്ക് അറിയായിരിക്കും 1970 ഭൂമി നയം ബില്ല് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഈ ഭൂമി മുഴുവൻ ഈ ദേവസ്വക്കാരുടെയും മനക്കാരുടെയൊക്കെ ആയിരുന്നു.
അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഈ കൃഷിഭൂമി കർഷകൻ എന്നുള്ളൊരു നയം കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു EMSൻ്റെ കാലത്ത്. അത് വന്നതോടുകൂടി ഭൂമി മുഴുവൻ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവരുടെ അവരുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അവിടുത്തെ ഒരു പാട്ടം വരവ് കൊണ്ടായിരുന്നു ഈ മനകളെല്ലാം നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിലച്ചോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള വരുമാനങ്ങൾ നിലച്ചു. അപ്പോൾ ഇവിടെ വരുമാനം ഇല്ലാതെ വന്നപ്പോൾ ഇത് ദേവസ്വം ബോർഡിന് 70 വർഷം മുമ്പ് കൈമാറിയതാണ്. അപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന നാഗഞ്ചേരി മനയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ നാലുകെട്ടൊക്കെ ഉണ്ട്. 700 വർഷം പഴക്കമുള്ളൊരു നാലുകെട്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പോഴും ആ നാലുകെട്ട് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കസ്റ്റഡിയിലാണ്. 1980 അതിൻ്റെ ഉടമസ്ഥ പെരുമ്പാവൂർ നഗരസഭയ്ക്ക് വിറ്റതാണ്. ഇപ്പോൾ ധാരാളം ഇപ്പോൾ യൂട്യൂബ് വന്നുകൂടി ധാരാളം ആൾക്കാർ ഇവിടെ ഒരു 10 വർഷം മുമ്പൊന്നും ആരും ഇവിടെ ഇത്ര ആൾക്കാരില്ല. കാരണം ഇതിന് നമ്മളിതിന് വേണ്ടി ഒരുപാട് പരസ്യങ്ങൾ ശബരിമലയിലൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ വെബ്സൈറ്റ് 2004 വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ മാറി മാറി അത് പൊക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ യൂട്യൂബ് വന്നതോടുകൂടിയാണ് ഇത്തരം ആൾക്കാർ അറിയപ്പെടുന്നത്. പക്ഷേ അത് അറിയപ്പെടുന്നത് തുടങ്ങി. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഇവിടെ നടന്നു. 1974 നസീറിൻ്റെ ഇടി മിന്നുള്ള സിനിമ, ദൈവത്തിലേക്ക് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം അത് അങ്ങനെ ഷൂട്ടിങ് പോയി അത് സേവ് ദ ഡേറ്റ് എന്നൊരു പരിപാടിയിലേക്ക് വന്നു. അപ്പോൾ നമ്മളത് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ നിറക്കാത്ത രീതിയിലൊരു ഫോട്ടോസ് ആയതായിരുന്നു നമ്മളത് നിർത്തിവെപ്പിച്ചു. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പടങ്ങൾ മൊബൈലിലൊക്കെ എടുക്കാം. നമ്മളതിനൊന്നും എതിർപ്പൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിതിനൊരു കാത്തു സൂക്ഷിക്കണു. ഇവിടെ വരുന്ന ആൾക്കാർ നമ്മളത് പിന്തുടരാൻ വേണ്ടിയുള്ള ബോർഡുകൾ കാര്യങ്ങളും ക്ഷേത്രോത്സവസമിതി എന്ന നിലയിൽ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇരിങ്ങോലക്കാവിൽ ഈ പെരുമ്പാവൂർ ടൗണിനടുത്ത് ഏതാണ്ട് 1 കിലോമീറ്ററിനുള്ളിലാണ് ഒരു വനവും അതിനുള്ളിൽ ഒരു ഭഗവതി ക്ഷേത്രവും ഇരിക്കുന്നത്. ഞാനിവിടെ ഇത് 2ാമത്തെ തവണയാണ് വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വനവും ഈ ക്ഷേത്രവും കൂടെ ആയി കഴിയുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കിട്ടുന്നത്. സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പാലായിൽ നിന്ന് വരികയാണ്. ഈ പാലായിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ തിരുവൈരാണിക്കുളത്ത് വന്നതാണ്. ആ വഴി ഇവിടെ കൂടെ കയറാമെന്ന് പ്രത്യേകം വെച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരു ആത്മീയതയും അതുപോലെ ഇവിടുത്തെ ആ പ്രത്യേക അന്തരീക്ഷവും വളരെ ശാന്തതയും ഒക്കെ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. നമുക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു ക്ഷേത്രമാണ്. തിക്കും തിരക്കുമില്ല.